ഹായ്, സുഖല്ലേ? ഞാനിപ്പോ ഇന്ന് വണ്ടി ഒന്ന് മാറിയിരിക്കണു. ഇത് ഇന്നോവ ക്രിസ്റ്റയാണ്. അതായത് ഞാൻ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് കൈ കൊണ്ട് പിടിക്കണം. ഇതിന്റെ ആ സ്റ്റാൻഡില്ല, ഈ മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ഷെയ്ക്കൊക്കെ ഉണ്ടാവും. പണ്ട് മറ്റാള് വാർത്ത വായിച്ച മാതിരി ആകാശവാണി തിരുവനന്തപുരം വാർത്തകൾ വായിക്കുന്നത് ആരായാലും എന്താ, കേട്ടാ പോരെ അറിഞ്ഞില്ല. അതേമാതിരി എങ്ങനെയെങ്കിലും ആയാലും കേട്ടാ പോരെ, അങ്ങനെയാണ് കൂട്ടിക്കോളി. അപ്പൊ നമ്മളെ വിഷയം എന്താന്ന് ചോദിച്ചാല്, മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിരുന്നു. ആരുടെ? നമ്മുടെ ജാസിലിന്റെ വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിട്ട് മൂപ്പരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറയുന്നത്? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല സുഖാണ്. എങ്ങനെ സുഖാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. അതിനെതിരെ ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിക്കണമെന്നാവോ, ഞാൻ ഇവന്റെ എല്ലാ വീഡിയോ എടുത്തിട്ടൊന്നും റിയാക്ട് ചെയ്യൂല. പക്ഷെ എപ്പോഴും മതം കണ്ടന്റ് ആക്കാൻ തുടങ്ങിയോ അത് ഞാൻ ചെയ്യലുണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷെ ഒരാളെങ്കിൽ ഒരാള് അതാണ് സത്യം എന്ന് വിചാരിച്ച അത് എത്രത്തോളം വലിയ തെറ്റാണ്. അപ്പോ അതല്ല സത്യം എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിരന്തരം ഇവനിക്കെതിരെ ഇങ്ങനത്തെ ഓന്റെ കോണ്ടന്റുകൾ കാണുമ്പോൾ ഞാൻ അതിന് റിയാക്ട് ചെയ്യുന്നത്. പലരും പറയുന്നുണ്ട്, നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിട്ട് നല്ലൊരു കാര്യമാണ്, ഓൻ എന്തോ ആയിക്കോട്ടെ, ഓൻ ചെയ്തില്ലേന്ന് അതൊന്നും നോക്കണ്ട. പക്ഷെ ഓൻ പറയുന്നൊരു കാര്യം നല്ലതാണോ എങ്കിൽ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളെ ഫേക്ക് അക്കൗണ്ട് നട്ടോ വരുന്നത്. ഞാൻ ഓല അക്കൗണ്ട് പബ്ലിസിറ്റി ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം എന്നോട് ഞാൻ അവർക്ക് മറുപടിയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഓലെ പോലെ സംശയം എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇവന്റെ കാര്യത്തിലെല്ലാം ഞാൻ എപ്പോഴും പറയലുണ്ട്. എന്താ അറിയോ? അതായത് റീച്ച് എവിടെയാണോ അവിടെ നോക്കിയോ പിടിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്ന് വന്നിട്ട് പ്രസവത്തിന്റെ കഥ പറഞ്ഞിരുന്നതും കുട്ടിയുടെ കഥ പറഞ്ഞിരുന്നതും പിന്നെ വേറെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ. എന്തെങ്കിലും ഓരോന്നായിട്ട് അങ്ങനെ വരും. അങ്ങനെ വന്നിരുന്നതൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കോണ്ടന്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെതിരെ റിയാക്ട് ചെയ്യലുണ്ട്. ഞാൻ എൻ്റെതായ നിലപാട് പറയും. പക്ഷെ അതിൽ ചില ഫേക്ക് അക്കൗണ്ടുകൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. അതെന്താന്ന് ചോദിച്ചാൽ അത് രണ്ടും ഒരേ നിരമ്പാ. അപ്പൊ അത് നമ്മൾ തിരുത്തിയാലൊന്നും അത് തിരിയണ ടൈപ്പുകളല്ല. അപ്പൊ ഓലോട് നമ്മൾ വാദിച്ചിട്ടും കാര്യമില്ല. ഇപ്പൊ ഞാൻ വന്നത് എന്താ അറിയോ? ഇപ്പൊ കുറച്ച് ആളുകൾ പറഞ്ഞിരുന്നു എന്ത്, നിസ്കാരക്കുപ്പായത്തിന്റെ ഒക്കെ കാര്യം. അപ്പോൾ ഞാൻ അതിന് റിയാക്ട് ചെയ്തു. പക്ഷെ ഞാൻ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നില്ല. ഇനി ഞങ്ങൾക്ക് തരാം. എന്താന്നല്ലേ, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് മറ്റേ വീഡിയോ ഞാൻ ഒന്നും കൂടി പ്ലേ ചെയ്യാം. ഒന്ന് കണ്ടോക്കെ. ഇത് പറയുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം വരും. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഞാൻ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ലോൺലിനെസ്, ഡിപ്രഷന്, ഇതൊക്കെ മാറാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നത് തോന്നുന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മസ്റ്റായിട്ട് മറക്കരുത്. ഞാൻ ഈ കാര്യം ഫോളോ ചെയ്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഞാനും ഒരിടയ്ക്ക് ഡിപ്രഷന്, ഭയങ്കര ലോൺലിനെസ്, എനിക്ക് പുറത്തിറങ്ങാൻ തോന്നത്തില്ല, എനിക്ക് ഒരാളോട് സഹകരിക്കാൻ തോന്നത്തില്ല. ഒരു മിനിറ്റ് പെങ്ങളെ, ഇതാരാ അറിയോ? സത്യത്തില് എനിക്ക് നേരിട്ട് പരിചയമോ അല്ലാത്ത പരിചയമോ എൻ്റെ ഫോളോവറോ ഒന്നും അല്ല. ഈ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അതായത് ഈ കുട്ടിയുടെ പേര് റസ്ന അജ്മിയോ അങ്ങനെ എന്തോ ഒരു പേരാണ്. ഞാനത് ഒറ്റ നോട്ടത്തിലേ കണ്ടുള്ളൂ. ഈ കുട്ടിയില്ലേ, ഇവളാണ് ഇത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇവളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഞാൻ അവളുടെ മറ്റു വീഡിയോസ് നോക്കി. എല്ലാം മാന്യമായിട്ടുള്ള വീഡിയോസാണ്. അതായത് അവൾ പറയുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടായാലും അവളുടെ കോണ്ടന്റുകളായാലും ഒരു നിലവാരമുള്ള കോണ്ടന്റുകളാണ്. അപ്പൊ അതില് ഈ വീഡിയോ മാത്രമാണ് കുറച്ച് കയറി പോയിട്ടുള്ളത്. അത്യാവശ്യം വ്യൂസും ഉണ്ട്, ലൈക്കും ഉണ്ട്, ഷെയറും ഉണ്ട്. കാരണം അത്ര നല്ലൊരു മെസ്സേജാണ് അവൾ കൊടുത്തിട്ടുള്ളത്. ആർക്ക്? വിശ്വാസികൾക്ക്. ഇതിന് കണ്ടോടുകൂടെ ഓടി എന്തിനാ നിസ്കാരക്കുപ്പായിടാം. വെള്ളിയാഴ്ച പള്ളിക്ക് പോകേണ്ട ഓനാണ് ഇരുന്ന് പറയുന്നത് എന്ത്, നിങ്ങളെ ഡിപ്രഷൻ ആയിക്കോട്ടെ, ആരെങ്കിലും കടം വാങ്ങിയത് ചോദിച്ചാൻ വരുന്നതായിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആശി വിട്ട് പോകായിക്കോട്ടെ, നിസ്കരിക്കുക. എപ്പോ? ഒഴിവുള്ള സമയങ്ങളിൽ. എനിക്കങ്ങനെ ഒഴിവൊന്നും കിട്ടാറില്ല. ഒഴിവുള്ള സമയങ്ങളിൽ നിങ്ങൾ നിസ്കരിക്കുക, ഒക്കെ മാറും. ഭയങ്കര സുഖം. ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നില്ലേ.
സത്യത്തിൽ ഈ വീഡിയോ ഒറിജിനൽ ഇതാണ്. ഇനി ഞാൻ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോക്കാം. അസ്സാം വലൈക്കും, ജാസിയാണ്. ചിലപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ബോധിച്ചോളണമെന്നില്ല, കാരണം എൻ്റെ ഈ വേഷമായിരിക്കാം. പക്ഷേ എനിക്ക് അല്ല, കാരണം ഇതിന്റെ ഒറിജിനൽ കോപ്പിയും എല്ലാവരും ഒരുവിധം കണ്ടു, അതുകൊണ്ട് ഇതെല്ലാവർക്കും ബോധിക്കണം എന്നില്ല പറഞ്ഞു. എൻ്റെ കാര്യങ്ങൾ എനിക്ക് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള തോന്നിയോണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പലവരെയും വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാനും ഈ ഒരു പ്രാർത്ഥന പതിവാക്കിയത്, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ പടച്ചോന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. ഇപ്പോൾ ഏത് മതക്കാരായിട്ടെ, ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുതു വരുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി. എങ്ങനെ ഏത് മതക്കാരായിക്കോട്ടെ, നിങ്ങൾ മറ്റേ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് ഭയങ്കര നന്മമരാ, മനുഷ്യസ്നേഹിയാ. അതുകൊണ്ടാണല്ലോ ഹിന്ദുക്കൾക്ക് വരെ നല്ല മെസ്സേജാ എന്ത് അമ്പലത്തിലൊക്കെ പോയി തൊഴുകണമെന്ന്. ഇനി ഇതിന്റെ വേറെ വശം ഞാൻ കാണിച്ചു തരാം, അതൊന്ന് കണ്ടോക്കാം. ഒന്നുമല്ല, നിങ്ങൾ ഏത് ജാതി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, നിങ്ങൾ ആത്മീയമായിട്ട് കുറച്ച് മതി കേട്ടോ, ഓവറൊന്നും ആവണ്ട. കുറച്ച് നിങ്ങൾ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഒന്ന് കുളിച്ച് റെഡിയായി ഒരു ഫ്രഷ് ആയിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് പോകും. അപ്പൊ നിങ്ങളുടെ ഒരു മനസ്സിന്റെ ഭയങ്കര ഒരു തിങ്ങൽ കുറച്ച് കുറയും. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. നമുക്ക് ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കിപ്പോ തോന്നും. അതായത് നമുക്ക് എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോ. ഇവള് പറഞ്ഞത് ശ്രദ്ധിച്ചോ നിങ്ങള്? നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, ആ വിശ്വാസത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിനെ നിങ്ങൾ നല്ല പോലെ അറിയുക. ആ സൃഷ്ടാവിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ എത്തിക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എന്ത് ഡിപ്രഷൻ ആയിക്കോട്ടെ, എന്ത് പ്രയാസം ആയിക്കോട്ടെ, അതെല്ലാം മാറിക്കിട്ടും എന്ന് പറയാണ്. ഇനി ഓൻ പറയണമെന്ന് നോക്കാം. ഞാനും ഈ ഒരു പ്രാർത്ഥന പതിവാക്കിയത്, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ പടച്ചോന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. ഇപ്പോൾ ഏത് മതക്കാരായിട്ടെ, ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുതു വരുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഇല്ലേ, അതേപോലെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ പോയിട്ട് കുരിശ് വരിച്ച് ഒക്കെ വരുമ്പോൾ ഒരു പോസിറ്റിവിറ്റി. അതേപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ പോസിറ്റീവ് എനർജി, എനിക്ക് പടച്ചോൻ തന്ന അനുഗ്രഹങ്ങൾ, അതെല്ലാം വളരെ വലുതാണ്. നമുക്ക് ആരും ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഒരാളുണ്ട് എന്ന് ഒരാൾ നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കും. അത് കൂടാണ്ടല്ല, അത് കൂട്ടിയിട്ട് തന്നെ പറയച്ച്. എങ്ങോട്ടാ അത് കൂടാണ്ട് പറഞ്ഞിട്ട് മണ്ടിടും, അത് കൂട്ടിയിട്ട് തന്നെ പറയും. അപ്പൊ എവിടെ നിർത്തിയ നമുക്കൊരാളുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നിപ്പിക്കും അല്ലേ? ഇതൊന്ന് കേട്ടോ കണി. കുറയും. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. നമുക്ക് ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കിപ്പോ തോന്നും. അതായത് നമുക്ക് എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ. കേട്ടോ, നേരത്തെ പറഞ്ഞ ആള് ഇങ്ങനെ ഇത് ഏതെങ്കിലും മറ്റേ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയിട്ട് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത മാതിരിയാണ്. ഒരു സ്വന്തം അനുഭവമായിയാ പറയണത്. എങ്ങനെയുണ്ട്? ഇനിയുണ്ട് ഇതിന്റെ ബാക്കി. അതായത് ഇവൻ എന്താണോ പറയുന്നത് അതന്നെ. അതിന്റെ മുമ്പ് ഈ വീഡിയോ അത്രയും വൈറലാക്കിയത് ഈ പെണ്ണ. അതങ്ങനെ എടുത്ത് മണ്ടി ചെന്നിക്കാണ് നിസ്കാര കുപ്പായ ഇട്ടിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട്. അതിനൊന്ന് ഇട്ടല്ലോ. ആണുങ്ങൾ ജുമായക്കാ പോകണ്ട പള്ളിക്ക് അല്ലേ? 3 ജുമായ മനഃപൂർവ്വം മുടങ്ങിയ ഇസ്ലാമിൽ തന്നെ ഇല്ല എന്നാണ്. ഇതെന്ത് 313 മുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇരുന്ന് പറയണേ നിസ്കാര കുപ്പായ ഇട്ടിട്ട്, പിന്നെ മറക്കാതെ വൈബ സുഖ ആക്കി കേട്ടോ കാണി. വരും എന്നൊരു ശക്തി വരും എന്നുള്ളൊരു ചിന്തയാണ് നമുക്കിത് തരുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പള്ളിയിൽ പോവോ, അല്ലെങ്കിൽ ഒന്ന് കുരിശ് വരച്ചിട്ട് ആ ബൈബിൾ വായിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരാളുണ്ടെന്നുള്ളത് തോന്നൽ വരും. ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ഇപ്പം ഖുർആൻ ഓതുന്നുണ്ട് കേട്ടോ, ഒരു ഈവനിങ് സമയമാകുമ്പോഴത്തേക്കിന്. കാരണം നമ്മുടെ ഒരു ഹോൾ ഡേ അവസാനിച്ചിട്ട് നമ്മളൊരു നൈറ്റിലേക്ക് തുടങ്ങുന്ന ഒരു ഈവനിങ് ടൈമാണ്. എനിക്ക് ഒരു ദിവസം ഒരുപാട് കാര്യങ്ങളിലൂടെ സ്ട്രെസ്സിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആ സ്ട്രെസ്സൊക്കെ എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നിരിക്കുന്നു, നാളെ ഞാൻ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം പോകുന്നതിന് മുന്നേ നമ്മളെപ്പോഴും മനസ്സും നമ്മുടെ ശരീരവും ക്ലീൻ ആക്കി വെക്കുക. എപ്പോഴായാലും നമ്മൾ ആ ഒരു വരവിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുക.
ഇപ്പൊ ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ കിട്ടിയ എൻ്റെ ഖുർആനാണ്. ഇച്ചിരിയേ ഉള്ളൂ. ഇത് എനിക്ക് തരുന്ന ഒരു റിലാക്സേഷൻ എത്രയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്കിത് പറയുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഞാൻ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊക്കെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം തന്നു. നമസ്കരിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഖുർആൻ ഓതി കഴിയുമ്പോഴത്തേക്കും, അതായത് സത്യത്തിൽ ആ കുട്ടിയുടെ ആത്മീയമായിട്ടുള്ളൊരു ബന്ധത്തിന്റെ അനുഭവ പറയുന്നത്. അതായത് ഞാൻ ഉംറക്ക് പോയി ആ സമയത്ത് വാങ്ങിയ ഖുർആനാണ്. ആ ഖുർആൻ വെച്ച് ഞാൻ ഓതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവളുടെ അനുഭവം പറയണേ. പക്ഷെ ഇതൊന്നും ഓൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താ അറിയോ, ഓൻ ആ വഴിക്ക് ചെന്നിട്ടില്ല. അവിടെ പോയാൽ കുപ്പായ വരേണ്ടി വരും. അപ്പൊ എന്താ ചെയ്യാ, ഓനക്ക് ഉംറ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ ഒക്കെ ഉംറ ചെയ്യുന്ന സമയത്ത് ഇറാൻ കെട്ടി കഴിഞ്ഞിട്ട് നമ്മളിതാ ഇങ്ങനെ ജസ്റ്റ് ഇത് തന്നെ ഇടുക ചെയ്യുക. എങ്ങനെ ഈ മറ്റേ ഇറാന്റെ കെട്ടിയിട്ട് ആ തുണി ഇങ്ങനെ ഇടും, അങ്ങനെയാണ് ഇടുക. ഓനങ്ങനെ ഇട്ട് കിടക്കുമോ? അത് ഉംറൊന്നും ഓനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? കാരണം ഓനിക്ക് ആണായിട്ടേ ഉംറ ചെയ്യാൻ കഴിയുള്ളൂ, സ്ത്രീ ആയിട്ട് ഒരിക്കലും ഉംറ ചെയ്യാൻ കഴിയൂല. പിന്നെ ഓനിക്ക് കഴിയും, എന്താ അറിയോ, ആരെങ്കിലും റീച്ചില്ല വല്ല വീഡിയോ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നല്ല സുഖ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇച്ചിരി കുരുമുളക്, ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി ഉപ്പ്, ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിക്കുക. അതിൻ്റെ ഇടയിൽ വേറൊരു കോമഡി ഉണ്ട്. എന്താ അറിയോ, നമ്മളെ നാട്ടിലിപ്പോ കാര്യങ്ങള് യൂട്യൂബേഴ്സും ചാനലുകളും ഒക്കെ ചോദിക്കുന്നതും അന്തിമ വിധി എഴുതുന്നതും വേണ്ട, അറ്റ്ലീസ്റ്റ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂ പറയുന്നതും ആര് പറഞ്ഞാലാണ് ആ റിവ്യൂ പിന്നെ എന്താ പറയാ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതും ഒക്കെ ഇപ്പൊ തീരുമാനിക്കുന്ന ആളുകൾ ആരൊക്കെ? ഒന്ന് ഇവനെ, ഒന്ന് അലൻ ജോൺസ് പെരേര, രണ്ട് പിന്നെ മറ്റേ ചങ്ങായിയുടെ പേരെന്താ, ആ മേത്തുകൂടെ മുഴുവൻ രോമമുള്ള ചങ്ങായി, കുടുംബശ്രീക്ക് പോണേക്കാട്ടിലും വയസ്സുള്ള പെണ്ണുങ്ങളെയും ഉടുപ്പും ചുരിദാറും ഇട്ടിട്ട് നിന്ന് ഡാൻസ് കളിച്ചിന ചങ്ങായില്ലേ, എന്താ പോലെ ആരായി ചങ്ങായി ഇവരൊക്കെയാണ് ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലും പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇവരൊക്കെ പറയും. കാരണം എന്താ, ഇവർക്ക് റീച്ച് ഉണ്ട്. അതുകൊണ്ട് ഇവര് പറയുന്നതാണ് ഇപ്പോഴത്തെ നമ്മളെ മാർക്കറ്റിൽ ബാക്കിയുള്ള ആളുകൾ ഏറ്റെടുക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് ജാസി ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? 140 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയില് നമ്മുടെ ടീം കളിക്കാതെ എന്തിന് നിങ്ങൾ വിദ്യാലയങ്ങൾ അവധി പ്രഖ്യാപിച്ചു? അതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയൂല, അതൊരു ശരിയായ നടപടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓനൊരു നല്ലൊരു പോസ്റ്റൊക്കെ ഇറക്കിയിരുന്നു. ഇപ്പൊ ആകെ പ്രശ്നം എന്താ അറിയോ, നമ്മൾ വേൾഡ് കപ്പ് കളിച്ചാനിട്ടാ. നമ്മൾ വേൾഡ് കപ്പ് കളിച്ചിട്ട് വേണം സ്കൂള് ലീവാക്കാൻ, അല്ലെങ്കിൽ ലീവാക്കണത് മോശം. എന്ത് മോശം പരിപാടിയാണ് കാണിച്ചതെന്നാ ചോദിക്കണത്. ആരോടെ? വിദ്യാഭ്യാസ മന്ത്രിനോടാ ചോദിക്കേണ്ടത്. അതായത് ഇപ്പൊ ഇവിടെ എല്ലാം നല്ലതാ ചെയ്യുന്നത്, നമ്മൾ കണ്ടതല്ലേ ഇപ്പൊ ചെയ്യണ നന്മമരങ്ങളൊക്കെ. അതായത് ചില കാര്യങ്ങൾക്ക് എവിഡൻസ് ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ നല്ല വ്യക്തത എനിക്കറിയും. ഇവൻ പറഞ്ഞില്ലേ, എന്ത് 140 കോടി ജനങ്ങൾ ഉണ്ടായിട്ട് അതിന്ന് ഫുട്ബോൾ കളിക്കാൻ ഒരാളെ കിട്ടിയില്ല എന്ന്. എങ്ങനെയാ കിട്ടുക? ആശയൊക്കെ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. എൻ്റെ പെരീക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വന്നതാ, ഇപ്പൊ എന്തായി? ആ ചെറുക്കൻ അവിടെ ലോക്കായില്ലേ? അപ്പൊ ഇങ്ങനെ എന്നെ പോലത്തെ ഒരു 4 ആളുണ്ടെങ്കിൽ ഈ 140 കോടി എന്നല്ല 240 കോടി ആളുണ്ടായിട്ടും കാര്യമില്ല. അതിനൊരു 11 ആളെ തെരഞ്ഞെടുക്കാൻ ഭയങ്കര പ്രയാസക്കാരൻ. അഥവാ ഈ വേൾഡ് കപ്പിലേക്ക് സെലക്ഷൻ ചെയ്ത് ആരെങ്കിലും വെള്ളം കുടിച്ചാൽ എൻ്റെ അടുക്കൊക്കെ വന്ന കഴിഞ്ഞു എൻ്റെ വെള്ളം കുടി. പിന്നെ ആശിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു കാര്യം കേട്ടു, പക്ഷെ അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് എനിക്കറിയില്ല. അതറിയാതെ നമ്മൾ പറയാനും പാടില്ല. എനിക്കതൊന്നും അറിയണം എന്നുണ്ട്, അത്രയും താല്പര്യമുണ്ട്. അതിന് ഏറ്റവും ബെറ്റർ ആരാ അറിയും? ആഷിയുടെ ഉമ്മാനോട് ചോദിക്കുന്നതാണ്. ഇൻഷാ അള്ളാ ഞാൻ അതെന്തായാലും ആ ഉമ്മാനെ വിളിച്ചിട്ടൊന്ന് ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ ഞാൻ അറിഞ്ഞ കാര്യം. അഥവാ ആണെങ്കിൽ പൊന്നു മക്കളെ, ഇതുവരെയുള്ള നാടകങ്ങൾ മുഴുവൻ പൊളിയും. വെയിറ്റ് ആൻഡ് സീ. ഇവനെങ്ങനെ അറിയോ? സീസൺ നോക്കിയിട്ടാ പിടിക്കുക. ചിലപ്പോൾ 4 യൂട്യൂബറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ വലിയ ദീനുൽ ഇസ്ലാമിലുള്ള ആളാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓൻ അപ്പര് വാക്കവിയുണ്ടാവും. എന്തിനെ? ഓലെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓനിക്കൊന്നും പടച്ചോനെ ബോധിപ്പിക്കണ്ട, മറ്റവന്റെ വ്യൂസിനെ ബോധിപ്പിച്ചാൽ മതി, നാട്ടുകാരെ ബോധിപ്പിച്ചാൽ മതി. ഇന്നാലും അതങ്ങാനും പൊളിഞ്ഞാലോ ഒരു എളുപ്പമില്ല, അതെങ്ങനെ വന്ന് ചിരിച്ചു കാണിച്ചു നിൽക്കും. ഞാൻ ഇപ്പം എനിക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. ആരും കയറി ആമീൻ പറയരുത്. കാരണം എന്താ അറിയോ, ഇതിൽ ആമീൻ പറയാൻ ഒന്നുമില്ല. അത് നിങ്ങൾക്ക് കേട്ടാ അറിയും. ഒന്ന് കേട്ടോക്കാം. فاتحة الله
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ഫാത്തിഹ ഓതുമ്പോ കേട്ടോ മനസ്സിലായില്ലേ നീ ഞാൻ ഖുർആൻ ഓതുന്ന ആളാണെന്നുള്ളത്? പിന്നെ ഞമ്മക്കൊക്കെ അറിയാലോ ഇജ് ഭയങ്കര ഖുർആന് ഓതുന്ന ആളാണ്, ഖുർആനിന്റെ എല്ലാം എനിക്ക് അറിയുന്നുള്ളത്. ഇജിപ്പോ ഓതിയത് അൽബക്കറ സൂറത്തൊന്നും അല്ലല്ലോ, ഫാത്തിഹ അല്ലേ. അതന്നെ ഇജ് എങ്ങനെയാ ഓതി? ഇജൊന്ന് കേട്ടോക്ക. ഇജ് യൂട്യൂബില് ഫാത്തിഹ എന്ന് അടിച്ചോക്ക, എന്നിട്ട് ഇജ് ഓതിയത് അതൊന്ന് നോക്കാം. ഇജ് ഇങ്ങനെ പറയണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഖുർആൻ ഓതുന്നുള്ളത്? ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് ഇവനോട് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് ആകെ അറിയണത് ഇവനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെല്ലിപ്പിച്ചാണ്, അതിനുള്ളത് പഠിച്ചിട്ടാ പോലും വന്നിട്ടുണ്ട്. എന്ത് ഒരു എളുപ്പമില്ലാതെ അവനോട് ചോദിക്കും. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഭയങ്കര ഈമാനുള്ള ആളാണെന്ന് അറിയിച്ചാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഫാത്തിഹ ഓതിയത് മുഴുവൻ തെറ്റും. അത്രയും തെറ്റ് ഓതിട്ടോ നിന്ന് പറയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ഖുർആൻ ഓതാൻ അറിയില്ലേ എന്നുള്ളത്? അതില് യൂട്യൂബർമാര് ആന്ന് ചാത്തപ്പൻ എന്ത് മാവിശാറാ. ഇവന്റെ ഈ ദീന് പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇവനിക്കെതിരെ ഇതാക്കുന്നത്. കാരണം എന്താ അറിയോ, ഇവ പോതിയ ഫാത്തിഹ ഇത് കേൾക്കുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് എനിക്കും ഇങ്ങനെ ആയിക്കൂടാ എന്ന് വിചാരിച്ച പോരെ. അപ്പൊ ജാസി നിസ്കാരക്കുപ്പായ ഇട്ടത് കൊണ്ട് ആ വീഡിയോക്ക് വിമർശിക്കാൻ പാടില്ല, നല്ല കാര്യമാണെന്ന് പറഞ്ഞ ആളുകൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാ. ഇത് ആശയുടെ സൃഷ്ടിയൊന്നുമല്ല, ഇത് ആ പെണ്ണ് കഷ്ടപ്പെട്ടിട്ടോളം മനസ്സിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഒരു പ്രിന്റ് കൊടുത്തും കൊണ്ട് അതിരുന്ന് വായിച്ച പൊന്നാരെ. എന്നോടൊരു കാര്യം പറയട്ടെ, അന്റെ ഈ ദീനം കൊണ്ട് പോയ സിറാത്ത് പാലം എന്നല്ല, ഇജ് ഫറൂഖ് പാലം കടക്കൂല. അത് കേട്ടാ പോരെ എനിക്ക്? കാരണം ദീനിലുള്ള ഒരു കാര്യം ഇജ് പറയണില്ല. ഇജ് അതും വിറ്റ് കായാക്കാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെതിരെ ഞാൻ സംസാരിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ വീഡിയോയുടെ യഥാർത്ഥ സൃഷ്ടാവ് ആരാന്നുള്ളതും ഇത് യഥാർത്ഥത്തിൽ ആരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു വാക്കുകളാണെന്നുള്ളതും? അത് മുഴുവൻ അങ്ങോട്ട് വന്നിക്കുക. അതിൽ 2-3 ക്യാൻസൽ ചെയ്തിക്കണം. എന്ത് ഒന്ന് ഉംറ, ഒരു മാസം എനിക്ക് മുഴുവൻ നിസ്കരിച്ച ഏത് 7 ദിവസത്തെ കുറവൊന്നുമില്ലല്ലോ. ഓന്റെ കമന്റ് ബോക്സിൽ തന്നെ ആലോചിക്കുന്നുണ്ട് എനിക്ക് 30 കിട്ടുമോ, അപ്പൊ എനിക്ക് പീരിയഡ് ഇല്ലേന്ന്. ഓനിക്ക് പീരിയഡ് ഉണ്ടായിരുന്നു. എപ്പോ അറിയോ, സ്കൂള് പഠിക്കുന്ന സമയത്ത് PT പീരിയഡ്. അത് കഴിഞ്ഞിട്ടൊരു പീരിയഡ് ഓനിക്ക് ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോണില്ല. അപ്പൊ ആ പീരിയഡും വന്ന് ഓലുമ്പോ നിസ്കാരമൊന്നും പോകും നിങ്ങളാരും വിചാരിക്കണ്ട. ആ പീരിയഡില് PTക്ക് ഗ്രൗണ്ടിൽ പോയി കളിച്ച അങ്ങനത്തെ പീരിയഡാ. ഇതൊക്കെയാണ് കാര്യം. ആ ഒരു സഹോദരിയുടെ മനസ്സിന്ന് വന്ന ആശയങ്ങളാണ് അത് പറയുന്നത്. അതങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഛർദിക്കുക, എന്നിട്ട് പറയാ നല്ല സമാധാന നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഒന്നാം ട്രൈ ചെയ്തോക്കാണി. ഒന്നിപ്പോ അത് എപ്പോഴും എടുക്കുക അറിയോ? അടുത്ത കൊല്ലം ഒന്നല്ലെങ്കിൽ റമളാൻ വരണം, അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും പരിപാടി വരണം. അന്ന് ഓനിക്കൊരു റീൽ ചെയ്യണമെങ്കിൽ അത് എടുക്കണം. ഇതാ ഓനാ പറയണേ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തോക്കാണിന്ന്. എന്നാ പോട്ടെ ഞാൻ. ശരി എന്നാ, ഓക്കെ ബായ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂ, സുഖ.